ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മധുസൂദനൻ ബാറിൽ ചെന്നിരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടുകാരനെ കണ്ടു. വേറൊരു കൂട്ടുകാരൻ്റെ വിവരങ്ങളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മധുസൂദനൻ ആകെ വിഷമമായിപ്പോയി. ആകെ വല്ലാതെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു ചെറിയ പെഗ്ഗും കൂടെ എടുത്തിട്ട് മധുസൂദനൻ അങ്ങ് നിർത്തി. അപ്പോൾ ഈ കൂടെയുള്ള ആൾ ചോദിച്ചു, സാറെന്താ നിർത്തിയോന്ന് ചോദിച്ചു. നിർത്തിയെന്ന് മധുസൂദനൻ പറയാം കേട്ടോ. അങ്ങനെ ഒരു നെടുവേർപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവരുടെ വീട്ടിലെല്ലാവരും ഫുഡ് കഴിക്കുക. അപ്പോൾ സച്ചി, ശ്രീകാന്ത്, അച്ഛൻ ഒക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കുക. അപ്പോൾ വർഷം ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നിർബന്ധിച്ച് രേവതി വർഷയെ കൊണ്ടുവരിക. അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ ഞാൻ ഫുഡ് എടുത്തിറങ്ങി അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി നിർബന്ധിച്ച് വർഷയും കഴിപ്പിക്കും കേട്ടോ. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരിക. ആ സമയത്ത് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് വരുന്നു. സുധിയെ അമ്മൂന്തി തള്ളിക്കൊണ്ടുവന്ന് അവരുടെ കൂടത്തിലിരുത്തി കഴിപ്പിക്കാനായിട്ട് നോക്കുവാണ്. അപ്പോൾ രേവതിയുടെ കൈപ്പുണ്യം അപാരമാണെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെന്താടാ നീ മാത്രം മസാല ദോശ കഴിക്കുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. അതേ അച്ഛാ, അമ്മ സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നതാണെന്ന് സുധി. ബെസ്റ്റ്, അമ്മയെല്ലാം ഉണ്ടാക്കി തന്നെ, ബെസ്റ്റ് തന്നെ എന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അതേ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. എടാ നീ ഇഡ്ഡലി കഴിക്കാറുണ്ടല്ലോ, പിന്നെന്താന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മ അത് എന്നും പറഞ്ഞ് നിൽക്കുമ്പം ഇവന് മസാല ദോശ വേണോ എന്നൊരാഗ്രഹം പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അതിനെന്തത്ര തെറ്റ് എന്ന് ചന്ദ്ര ചോദിക്കുക. അല്ലാതെ ഇവനുണ്ടാക്കി കൊടുക്കാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുമ്പം അതിന് അമ്മ ഉണ്ടാക്കുന്നതാണോ ഇദ്ദേഹം ദിവസവും കഴിക്കുന്നതെന്ന് രേവതി ചോദിച്ചു. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്നും ചോദിച്ചു ചന്ദ്ര വലിയ ഒച്ച വയ്ക്കുമ്പം എന്താ ചന്ദ്ര ഇത് ഭക്ഷണം കഴിക്കുമ്പോഴാണോ നിന്റെ ഒന്ന് ചുമ്മാ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, എല്ലാവരും കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയോട് ദേഷ്യപ്പെട്ട് രവേണി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ രേവതിയെ തുറിച്ച് നോക്കുക ചന്ദ്ര. രേവതിയും വിട്ടുകൊടുത്തില്ല. ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ഒമിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ തോന്നുന്നു. ആ സമയത്ത് വർഷം അവിടെ നിന്ന് ഒമിറ്റിംഗ് ടെൻഡൻസി കാണിക്കും. ഇത് കണ്ട് സുധിക്ക് ഒമിറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പോഴത്തേക്കും വർഷം ഇവിടെ നിന്ന് ഒമിറ്റ് ചെയ്യാൻ കാണിക്കും. അപ്പോഴത്തേക്കും ശ്രീകാന്തും രേവതിയും കൂടെ വർഷയ്ക്ക് ഇങ്ങനെ പുറം തിരുമ്മി കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും സുധി അവിടെ നിന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞു. അങ്ങനെ ഓക്കാനിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുധിക്കും ഛർദ്ദിക്കാൻ വരും. സുധി അന്നേരത്തേനും ഇങ്ങനെ നെഞ്ചി തിരുമ്പി ഇരിക്കുന്നു. അപ്പോഴത്തേക്കും വർഷ ഓടി ഛർദ്ദിക്കാൻ. അപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, നിനക്ക് എന്നാടാ പറ്റിയേ, നീയും പ്രഗ്നൻ്റ് ആയോ എന്ന്. അപ്പോൾ ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അന്നേരം സച്ചിയോട് പറയാം. അപ്പോൾ അമ്മയുടെ ആ ഒരു ഇതിന് വേണ്ടി മസാല ദോശയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം നമ്മുടെ സുധി അങ്ങനെ ഇരുന്ന് കാണിക്കുന്നത്. അന്നേരം ചന്ദ്ര അവിടെ ഇരുന്ന് പറയാം, വർഷ ഛർദ്ദിക്കുന്നത് കണ്ടിട്ട് ഇവൻ ഓക്കാനം വന്നതാ, അവൾക്ക് ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചൂടെ, ഇവിടെ തന്നെ വേണോ എന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്ര. അപ്പോൾ അത് അവൾ കരുതിക്കൂട്ടി ചെയ്താണോ അമ്മേ, അത് വിട്ട് കളയാൻ പറഞ്ഞു ശ്രീകാന്ത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും അയ്യോ എനിക്ക് കഴിക്കാൻ വയ്യമ്മേ, അയ്യോ അയ്യോ എന്തൊരു കഷ്ടമായതോ എന്നും പറഞ്ഞ് സുധി അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നു. മസാല ദോശ ഞാൻ ഇനി എങ്ങനെ കഴിക്കും അയ്യോ എന്ന് പറഞ്ഞ് സുധി ഏറ്റു പോകുമ്പം അതാ കുശുമ്പ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ ഇരിക്കുന്നു. മോനെ സുധി എടാ നിൽക്കണോ എന്നും പറഞ്ഞ് ഇങ്ങനെ അമ്മ ഇടന്ന് പറയുമ്പം അമ്മ ഉണ്ടാക്കിയ മസാല ദോശയെ വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരിക്കും, അത് അവന് പറയാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഛർദ്ദിക്കുന്നതായിട്ട് അവൻ ഡ്രാമ കളിച്ച് നൈസായിട്ട് മുങ്ങിയതാണെന്ന് സച്ചി പറഞ്ഞു. നിർത്തടാ, നിന്റെ കെട്ടിയോളുണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് അതിനുണ്ടെന്ന് ചന്ദ്ര. ചിരിപ്പിക്കാതെ എൻ്റെ അമ്മേ എന്നും പറഞ്ഞ് സച്ചി അന്നേരം അവിടെ ഇരിക്കുക. അപ്പോഴും ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര ടെൻഷൻ. അപ്പം നീ വർഷയെ ഡോക്ടറെ കാണിച്ചില്ലേ എന്ന് അച്ഛൻ ശ്രീകാന്തിനോട് ചോദിച്ചു. അത് പിന്നെ അച്ഛാ ഇന്നലെ കാണിക്കാമെന്ന് കരുതിയതാ, പക്ഷെ അവൾ വന്നില്ല എന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു. അതെന്താ അവൾ വരാത്തെ? അത് പിന്നെ ദേ നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം, ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ, അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന കാര്യം ഇങ്ങനെ അച്ഛൻ പറയുക. ആ സമയത്ത് പോകാമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി ഒരുങ്ങി വരുന്നു. സമയം വർഷ പോകാൻ റെഡിയായിട്ട് അവിടെ പുറത്ത് നിൽക്കുന്നു. വർഷയെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ പറഞ്ഞപ്പം ചേച്ചി നമുക്ക് വേറൊരു ദിവസം പോയി, ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു വർഷ. ഇന്ന് പോയാൽ എന്താ, സമയത്ത് കാണിച്ചില്ലെങ്കിൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചു. എനിക്കിന്ന് പോവണ്ടെന്നേ, നോക്ക് പറയുന്നത് കേക്ക്, വന്ന് വണ്ടിയെ കയറിക്കേ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നു രേവതി. അപ്പോൾ ശ്രീകാന്തേ സച്ചേട്ടാ ഒന്നേ എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷം അവിടെ നിൽക്കുക. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വന്നു കേട്ടോ. എന്താ എടുത്തി സച്ചേട്ടൻ പറഞ്ഞപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുക നമ്മുടെ രേവതി. അപ്പോൾ ഇവർ വന്നു. ഇവള് വണ്ടി കയറുന്നില്ല, ചുമ്മാ വാശി പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞു. വർഷം നീ വന്ന് വണ്ടി കയറാൻ പറഞ്ഞു ശ്രീകാന്ത്. നീ മിണ്ടിപ്പോകരുത്, എല്ലാത്തിനും നീയാ കാരണമെന്ന് പറയുമ്പം ഹോസ്പിറ്റലിൽ കാണിച്ചേ പറ്റുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പൊക്കെ നടത്താറുള്ളതാ, രേവതി കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം വണ്ടി എടുക്കാൻ അങ്ങ് പോയി. ചേച്ചി എന്നും പറഞ്ഞ് ഇങ്ങനെ വർഷം നിൽക്കുന്നു. രേവതി പിടിച്ചുന്തി തള്ളി കൊണ്ടുപോവുക. അങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് അയ്യോ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഒച്ചത്തിൽ കിടന്ന് കാറുമാണ് നമ്മുടെ വർഷ. അപ്പോൾ ലേബർ റൂമിലേക്കല്ല പോകുന്നത്, നിന്നെ ഡോക്ടറെ കാണിക്കാനാണ് കൊണ്ടുപോകുന്നത്, ഓവറാക്കാതെ മിണ്ടായിരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത്. അപ്പോഴേക്കും വർഷയുടെ കരച്ചിൽ നിന്നു. ആ സമയം സച്ചേട്ട മെല്ലെ പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്ന് സച്ചി. അങ്ങനെ അവർ വർഷയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമയും
അതുപോലെ ചന്ദ്രയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ വർഷ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഭാമയോട് ചന്ദ്ര പറഞ്ഞു. അപ്പോൾ വർഷ ആൾ കൊള്ളാമല്ലോ, ഞാൻ കരുതിയതേ നിങ്ങളുടെ മരുമക്കളിൽ ആദ്യം പ്രഗ്നൻ്റ് ആകുന്നത് രേവതി ആയിരിക്കും എന്നോ. രേവതി ആ പൂക്കാരി ആവാഞ്ഞത് ഭാഗ്യമാണെന്ന് ചന്ദ്ര പറയണം. എൻ്റെ ശ്രീകാന്ത് അച്ഛനാകാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ആ അഹങ്കാരി വർഷ പ്രഗ്നൻ്റ് ആയതിൽ എനിക്ക്, അവൻ അച്ഛനാവണമെങ്കിൽ അവൾ പ്രഗ്നൻ്റ് ആയല്ലേ പറ്റുള്ളൂ എന്ന് നേരത്തേക്കും ഭാമ ചോദിച്ചു. അമ്മ സമ്മാനമായി കൊടുക്കുന്ന സ്വത്തുവകകൾ അവർക്ക് 2 പേർക്കും കിട്ടും. എൻ്റെ ശ്രുതിക്ക് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അതൊന്നും നടന്നില്ല എന്നൊക്കെ ചന്ദ്ര. എന്തായാലും സച്ചിക്കും രേവതിക്കും കിട്ടിയില്ലല്ലോ, അതാ ഒരാശ്വാസം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരിക. അപ്പോൾ ശ്രുതി കയറി വന്നപ്പോൾ ഈ സംസാരം കേട്ടു. അയ്യോ ആൻറ്റി ഉണ്ടോ? അല്ല പിന്നെ നീ ഏലസിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, അത് കെട്ടിയിട്ട് ഫലം കാണുന്നുണ്ടോ? അതിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ഭാര്യയെ അവനിൽ നിന്ന് അകറ്റാനാ ഞാൻ ആ ഏലസ് കെട്ടിയത്. അത് കെട്ടിയ ശേഷം അവൻ എന്നെ കണ്ടുകൂടാന്ന് ചന്ദ്രമതി പറയാം. അപ്പോഴത്തേക്ക് ഇതെല്ലാം ശ്രുതി കേൾക്കും കേട്ടോ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ചാടിക്കടിക്കുകയാണെന്നും ഞാൻ അവൻ്റെ 2 കയ്യിലെ ഏലസ് ഊരി ദൂരെ കളഞ്ഞെന്നും ചന്ദ്ര പറയുന്നു. അല്ലെങ്കിലേ ഞാനും ഇപ്പം അതിനും കൂടെ അകന്നേനെ എന്നൊക്കെ പറയുമ്പോൾ ആവശ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ശ്രുതി എല്ലാം പൊളിഞ്ഞു എന്നും പറഞ്ഞ്. എന്തായാലും ശ്രുതി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നൊക്കെ ചന്ദ്ര. അവൻ്റെ മനസ്സ് എങ്ങനെയെങ്കിലും ഞാൻ മാറ്റിയെടുക്കുമെന്നും ചന്ദ്ര പറയുന്നതെല്ലാം കേട്ട് ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ശരിയെന്നാ ഞാൻ വരാം കേട്ടോ, നീ സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വാ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇറങ്ങുവാണ്. അന്നേരത്തേക്കും ശ്രുതി ഓടി ഒളിച്ചു കേട്ടോ ചന്ദ്ര കാണാതെ. ചന്ദ്ര അങ്ങ് പോയ പുറകെ ശ്രുതി വീടിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. ഭാമ വാതിൽ അടച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒച്ച കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ ദേ നമ്മുടെ ശ്രുതി. നീ ഇവിടെ ഉണ്ടായിരുന്നോ? പേടിക്കണ്ട, ആൻറ്റി പോയി, എന്നെ കണ്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ശ്രുതി. അപ്പോൾ അവൾ പറഞ്ഞതൊക്കെ നീ കേട്ട് കാണുമല്ലോ, 2 ഏലസും ഗുണം ചെയ്തില്ല എന്ന് പറഞ്ഞു. നീ ആ വീട്ടിൽ കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുമെന്നും ഭാമ പറയാം. എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ വർഷയിലാണ്. അവൾക്കും ശ്രീകാന്തിനുമേ കുഞ്ഞു പിറക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ ആ വീടിപ്പോൾ. വർഷ പ്രഗ്നൻ്റ് ആണെന്നോ? അപ്പം ചന്ദ്ര പറഞ്ഞു നീ കേട്ടില്ലേ എന്ന് ചോദിച്ചു. വർഷ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നേന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പം അത് കേട്ടപ്പോൾ നിനക്ക് സന്തോഷമില്ലാത്ത എന്താണെന്ന് ചോദിച്ചപ്പം സന്തോഷക്കുറവൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. ശ്രുതി അച്ഛനാകുന്നത് കാണാനായിരുന്നു അവൾക്ക് ആഗ്രഹം മുഴുവനും. അത് നടക്കാതെ പോയി. അതൊക്കെ നടക്കും ആൻറ്റി. പിന്നെ ഇനി ആ വീട്ടിൽ കയറി പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടും എന്ന് ആൻറ്റി പറഞ്ഞല്ലോ. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ആ വീട്ടിൽ കയറി പറ്റുക തന്നെ ചെയ്യുമെന്ന് ശ്രുതി പറയാം. അത് ഞാനേ തീരുമാനിച്ച കാര്യമാണെന്നും അത് നടന്നിരിക്കുമെന്നും ശ്രുതി പറയുമ്പോൾ, അല്ല നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ, അതിപ്പോൾ എന്തായാലും അറിഞ്ഞല്ലോ. എന്നാൽ പിന്നെ ശരി ആൻറ്റി ഞാൻ പോവാണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഭാമ വാതിലും അടച്ച് അകത്തേക്ക് കയറിപ്പോയി ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്തൊക്കെയാവോ ദൈവമേ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഡോക്ടറെ ചെന്ന് കാണുന്നു. ഡോക്ടറാണെങ്കിൽ വർഷയെ പരിശോധിക്കുന്നു. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പേടിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷയോട് പറയാം. വർഷ കിടന്നിങ്ങനെ ആകെ പരിഭ്രമിച്ചിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോഴേ അങ്ങനെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ ശ്രീകാന്തും സച്ചിയും പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. എടാ എനിക്കാണ് പേടിയാവുകയാണ് സച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത്. സച്ചേട്ടന് വേറെ ഓട്ടം കാണില്ലേ, എന്തിനാ വെറുതെ കിട്ടുന്ന കാശൊക്കെ കളയുന്നത്? ഞങ്ങൾ വേറെ ഒരു വണ്ടി വിളിച്ച് പൊക്കോളാം, സച്ചേട്ടൻ ചെല്ലുന്ന ശ്രീകാന്ത്. അന്നേരം ഇമാതിരി വർത്താനം പറഞ്ഞാലേ ഹോസ്പിറ്റലാണെന്ന് നോക്കണം, പൊട്ടിക്കും ഞാൻ സച്ചി അന്നേരം ശ്രീകാന്തിനോട് പറഞ്ഞു. അപ്പോഴത്തേ ശ്രീകാന്ത് ഒന്ന് ചിരിച്ചു. അങ്ങനെ ഇവരിവിടെ ഇരിക്കാം. നിന്നോട് ആരാ വരാൻ പറഞ്ഞേ? നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോയിക്കൂടായിരുന്നോ? ഞാനും രവതിയും കൂടെ കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നു ഒന്ന് സച്ചി. നിങ്ങൾ രണ്ടുപേരും അച്ഛനമ്മമാരാകുന്നവരെ വർഷയുടെ എല്ലാ കാര്യങ്ങളും അവളുടെ ചേട്ടനും ചേച്ചിയും കൂടെ നോക്കിക്കോളും കേട്ടോ എന്ന് സച്ചി. അപ്പോഴെന്താ ഞാൻ ഔട്ടായോ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. നീ ഔട്ടാ പോടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും ശ്രീകാന്തും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഡോക്ടർ അവിടെ ഇരുന്ന് വർഷയോടും രേവതിയോടും സംസാരിക്കുക. അപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. ജോലികളൊന്നും ചെയ്യേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വർഷയ്ക്ക് ഭയങ്കര ടെൻഷൻ. സമയം രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. പിന്നെ സമയത്ത് ഭക്ഷണം കഴിക്കണം, പച്ചക്കറികൾ, പഴങ്ങൾ, പാല് ഇവയെല്ലാം കഴിക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ രേവതി എല്ലാം ഓക്കെ പറയാം. ആവശ്യത്തിന് വെള്ളവും കുടിക്കണം, പിന്നെ ഞാൻ എഴുതി തന്ന മെഡിസിൻസൊക്കെ കൃത്യമായിട്ട് കഴിക്കുകയും വേണം കേട്ടോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വർഷയ്ക്ക് ഇതൊക്കെ ഇറിറ്റേഷൻ ആയിട്ട് പോലെ. ഞാൻ തന്നോടാണോ ഈ പറയുന്നതെന്ന് വർഷയോട് ഡോക്ടർ പറയാം. താനത് എവിടെയാണോ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്നേരം വർഷ എന്താ ഇതെന്ന് രേവതി വർഷയോട് ചോദിക്കാം. അമിതമായ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുന്നതൊക്കെ ഒഴിവാക്കണം, മതിയായ വിശ്രമവും ഉറക്കവും ഒക്കെ വേണം, ചെറിയ നടത്തം പോലുള്ള ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ക്ഷീണം തോന്നിയാൽ അപ്പം തന്നെ വിശ്രമിച്ചോളണം കേട്ടോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഡോക്ടർ ഇവൾക്ക് ചെറിയൊരു പേടിയുണ്ടെന്ന് രേവതി പറയാട്ടോ. അതെ, ആദ്യ ഗർഭധാരണം ആയതുകൊണ്ട് ചെറിയ പേടിയും ആശങ്കയും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് ഡോക്ടർ വർഷയോട് പറയാട്ടോ. അപ്പോൾ നമ്മുടെ വർഷ ഇങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുമ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്നും ഡോക്ടർ പറഞ്ഞു.
അപ്പം ആയിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞു. വർഷയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു വർഷ. അപ്പോൾ മരുന്നും കുടിപ്പടിയും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇത് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇവർ വിവരം അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കല്ലേ. പുറത്തിറങ്ങി ചെന്നപ്പോൾ രേവതിയോട് ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞതെന്ന്. ഒന്നും പേടിക്കാനില്ല, രണ്ടുപേരും ഓക്കെയാണെന്ന് പറഞ്ഞു. രണ്ടുപേരുമോ? നിന്നെ ഡോക്ടർ കാണിച്ചു ഒന്ന് സച്ചി ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് സച്ചേട്ടാ എന്നെ എന്തിനാ കാണിക്കുന്നതെന്ന് രേവതി അന്നേരം ചോദിക്കാട്ടോ. ഞാൻ വർഷയുടെയും കുഞ്ഞിൻ്റെയും കാര്യമാണ് പറഞ്ഞതെന്ന് രേവതി പറഞ്ഞു. ഇങ്ങനെ വർഷയെ ചേർത്ത് പിടിക്കുക. അപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ടെൻഷനായി. അതെ ഞാൻ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരാം, നിങ്ങൾ നിൽക്കേ. വേണ്ടോടാ ഞാൻ വാങ്ങിച്ചോളാമെന്ന് സച്ചി. വേണ്ടേട്ട് ഞാൻ വാങ്ങിച്ചോളാമെന്ന് ശ്രീകാന്ത്. ഞാൻ വാങ്ങിച്ചാൽ എന്തോ കുഴപ്പമൊന്നും സച്ചി. പൊന്നെ ഇനി ഹോസ്പിറ്റലിൽ വരുമ്പോൾ സച്ചിനെ ഞാൻ കൊണ്ടുവരത്തില്ല നോക്കിയോ. അതിന് നിന്നെ ആരും കൊണ്ടുവരുന്നു സച്ചി അല്ല രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറയാം. അപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ ഇവർ രണ്ടുപേരും മാറി മാറി നോക്കുക കേട്ടോ. അങ്ങനെ അവർ മരുന്നൊക്കെ മേടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും വർഷയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ടും ഇറിറ്റേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിമോള് വീട്ടിൽ വന്ന് കലി കയറി ഇരിക്കുന്നു. മീരയോട് കാര്യങ്ങൾ പറഞ്ഞു. എടി നീ ഒന്ന് ഗർഭിണിയാകാൻ നോക്കടി, അപ്പോൾ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന് ഈ പറയുന്നത് നമ്മുടെ മീര പറഞ്ഞപ്പോൾ അദ്ദേഹം ചുമ്മാ കളിക്കരുത് കേട്ടോ മീരെ. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പതുക്കെ വീട്ടിലേക്ക് കയറാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. നീ പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, അവരുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ ഒന്ന് മീര അന്നേരം ശ്രുതിയോട് പറയാട്ടോ. ഇനി എന്നാ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പറയാം അത് വർക്കൗട്ട് ആകുമെന്ന് ഞാൻ കേട്ടിട്ട് പറയാമെന്ന് പറഞ്ഞു അന്നേരത്തേക്കും മീര. അപ്പം ഞാനും പ്രഗ്നൻ്റ് ആണെന്നങ്ങ് പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പം അതിന് നീ പ്രഗ്നൻ്റ് അല്ലല്ലോ. ആ സമയത്ത് കള്ളം പറയണോ എന്ന് ശ്രുതി. വീണ്ടും കള്ളം പറയാനോ? നിനക്ക് ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കുക എൻ്റെ ശ്രുതി എന്ന് മീര ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞപ്പം ഇപ്പം കുട്ടി വേണ്ട എന്ന് ശ്രുതി ആദ്യമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം കുഞ്ഞ് വേണമെന്നുള്ള ആഗ്രഹം ശ്രുതിക്കും ഉണ്ടെന്ന് ശ്രുതി പറയാം. അവൻ്റെ കുഞ്ഞായിരിക്കണം ആ വീട്ടിൽ ആദ്യം പിറക്കുന്നത് എന്നുള്ള ആഗ്രഹം ആൻറ്റിക്കും ഉണ്ടെന്നുള്ള കാര്യവും ശ്രുതി മീരയോട് പറയാം. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞാൽ അവരുടെ മനസ്സ് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞതെല്ലാം മറന്ന് അവരെന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമെന്ന് തന്നെ എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞപ്പം നല്ല ഐഡിയ ഒക്കെയാണ്, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളത് നേരാണെന്ന് മീര പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അടുത്ത പ്ലാൻ ഇടുക. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ, വീട്ടിലെത്തിയതിന് ശേഷം എത്ര നാൾ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും? നീ കള്ളം പറഞ്ഞതാണ്, നീ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള സത്യം ഒരു തവണ അവരറിയത്തില്ലേ? വീണ്ടും നിന്നെ അവരെ ചവിട്ടി പുറത്താക്കത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശ്രുതി അതും ശരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അവിടെ കയറി പറ്റി 2-3 ആഴ്ച കഴിയുമ്പോൾ അബോർഷനായി എന്നുള്ള ഡ്രാമ കളിച്ച് അവരെ വിശ്വസിപ്പിച്ചാലോ? അല്ല ശ്രുതി, അവർ വിശ്വസിക്കുമോ അത്? അതോ നിന്റെ ആ കള്ളത്തരവും പിടിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ളത് മണ്ടന്മാരല്ലേ, അവരത് വിശ്വസിച്ചോളൂ എന്ന് ശ്രുതി പറയാം. നീ പ്രഗ്നൻ്റ് ആണെന്ന് എങ്ങനെ അവരെ അറിയിക്കുമെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അതെ നമുക്ക് ഭാമാൻ്റിയോട് പറയാം, അവരത് വീട്ടിൽ ചെന്ന് പറഞ്ഞോളൂ എന്ന് ശ്രുതി പറയുക. അപ്പോൾ മീര ഇങ്ങനെ നോക്കുന്നു. ഭാമാൻ്റി പറഞ്ഞ ആൻറ്റി വിശ്വസിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും വർഷയ്ക്ക് മുൻപേ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് പറയാം. ആദ്യം ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നവർക്ക് അച്ചമ്മയുടെ സ്വത്ത് സമ്മാനമായി നൽകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടെന്നും ശ്രുതി പറയാം. വർഷയ്ക്ക് മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ സ്വത്ത് ഞങ്ങൾക്ക് എഴുതി തരുമെന്നും പറഞ്ഞു. അത് ഡെലിവറി കഴിഞ്ഞല്ലേ എഴുതി തരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പ്രഗ്നൻ്റ് ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പ്രഗ്നൻ്റ് ആയി അയാൾ പിന്നെന്താ നീ അന്ന് പറയാതിരുന്നത് എന്ന് ഇവർ ചോദിച്ചാൽ എന്ത് ചെയ്യും? അത് ഭാമാൻ്റെയും ചോദിക്കില്ലേ എന്ന് മീര ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് പറയുമെന്ന് ചോദിച്ചു മീര. അതിപ്പോൾ എന്നാ ചെയ്യുന്നു? അതിനെന്തെങ്കിലും കള്ളം പറയാവുന്നേ? എന്ത് കള്ളം പറയാവുന്ന? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് മീര ചോദിച്ചു. അതൊക്കെ പിന്നെ ആലോചിക്കും, ഇപ്പം ആലോചിക്കാൻ പറ്റില്ല. എന്തായാലും നീ ആൾ കൊള്ളാൻ ശ്രുതി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന മധുസൂദനെയും മഹിമയാട്ടോ. മധുസൂദനൻ ഇങ്ങനെ എവിടെയോ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും എന്താ മധുവേട്ടാ എന്നും ചോദിച്ചിട്ട് മഹിമ വന്നു. നീങ്ങ് വന്നേ എന്നും പറഞ്ഞ് മധുസൂദനൻ വിളിക്കുന്നു. അല്ല നിങ്ങളിത് എവിടെ പോവാന്ന് ചോദിച്ചു. ഞാനൊരിടം വരെ പോവുക, അത് സർപ്രൈസ് ആണെന്ന് പറഞ്ഞപ്പം നിങ്ങൾ വർഷയെ കാണാനേ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വരാത്തത് എന്തായാലും നന്നായി എന്ന് മഹിമ പറയുന്നു. അവൾ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്, അവിടെ പോയി കണ്ടോ, പിന്നെ വിളിച്ച് വേറെ എവിടെയെങ്കിലും വരാൻ പറയാം. ആ വീട്ടിലേക്ക് ഇനി ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചു മഹിമ. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കത് പിടിച്ചില്ല, അവരെല്ലാവരും കൂടി എൻ്റെ നേരെ ചാടിക്കടിക്കാൻ വന്നെന്ന് മഹിമ പറയാം. നീ എന്താ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത്? ഞാൻ അവിടെ ചെല്ലുമ്പോഴേയും മോള് നല്ല സന്തോഷത്തിലൊന്നും ആയിരുന്നില്ല. എന്തു പറ്റി? ശ്രീകാന്ത് നിന്നെ വല്ലതും പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു. സച്ച് നല്ല മറുപടി തന്നു കാണുമല്ലേ എന്ന് മധുസൂദനൻ ചോദിക്കുക. നീ വേറെന്താ പിന്നെ അവിടെ പറഞ്ഞത്? ഈ വീട്ടിലൊന്നും അടും പിടിയല്ലേ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം വേണ്ടേ, നമ്മുടെ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു.
നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ദേഷ്യപ്പെട്ടു. നീ പറഞ്ഞതല്ല നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും മധുസൂദനൻ. ഞാൻ എൻ്റെ മകളോട് നല്ലതിന് വേണ്ടി സംസാരിച്ചേ. അങ്ങനെയാണെങ്കിലേ നീ മകളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു എന്ന് മധുസൂദനൻ പറഞ്ഞു കൊടുക്കുക. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞാലേ അവർ പിന്നെ പ്രതികരിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു ഭർത്താവ് ഭാര്യയോട്. നീ ശരിക്കും അവർ ഇൻസൾട്ട് ചെയ്യുകയല്ലേ ചെയ്തത്? അപ്പം മഹിമ അന്തം വിട്ടിങ്ങനെ മധുസൂദനനെ നോക്കുക. നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല മഹിമയെന്നൊക്കെ പറഞ്ഞപ്പം അവർ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാതിരുന്നത് ഭാഗ്യമാണെന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞിങ്ങനെ നിൽക്കും മഹിമയെ. അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവരെ തെറ്റു പറയാൻ പോലും പറ്റത്തില്ല എന്നും പറഞ്ഞു. ആ സമയത്ത് മഹിമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. അപ്പം നീ എന്നെ ഇങ്ങനെ നോക്കണേ? അല്ല, നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നതെന്ന് നോക്കുമായിരുന്നു. ഞാൻ തന്നെയാണ് പറയുന്നത്. ആ വീട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അവിടെയുള്ളവരെ ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിപ്പിക്കാനും വേണ്ടിയിട്ട് എന്നെ തള്ളിവിടുന്ന ആളല്ലായിരുന്നു നിങ്ങൾ. നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ? നിങ്ങളെന്താ അവരുടെ ഭാഗം ചേർന്നൊക്കെ സംസാരിക്കുന്നത്? ദേ മഹിമേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഇനി മേലിൽ നീ അവിടെ ചെന്ന് ഇതുപോലെ സംസാരിക്കാൻ പാടില്ല, കേട്ടല്ലോ? മകളെ കാണാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ആ വീട്ടുകാരെ നീ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, കൊച്ചാക്കാനും പാടില്ല എന്ന് മധുസൂദനൻ പറഞ്ഞു. പഴയതുപോലെ അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നത് ഞാനെങ്ങാനും അറിഞ്ഞാലേ എൻ്റെ വിധ മാറുമെന്നും മഹിമയോട് മധുസൂദനൻ പറയുക. ഞാൻ പിന്നെ മനുഷ്യനായിരിക്കില്ല പറഞ്ഞേക്കാവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മധുസൂദൻ പറയുന്നത് കേട്ടത് കണ്ണും തള്ളിപ്പിടിച്ച് നോക്കി നിൽക്കുന്ന മഹിമയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.